നടൻ മനോജ് കെ ജയൻ മുൻ ഭാര്യ നടി ഉർവശിയെക്കുറിച്ച് പറഞ്ഞ വികാരനിർഭരമായ വാക്കുകൾ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മകൾ തേജാലക്ഷ്മിയുടെ, അതായത് കുഞ്ഞാറ്റ എന്ന് പറയുന്ന അവരുടെ അരങ്ങേറ്റ സിനിമയായ സുന്ദരിയാണവൾ ചെല്ലയുടെ ലോഞ്ചിൽ വെച്ചായിരുന്നു ഉർവശിയെക്കുറിച്ച് മനോജ് കെ ജയൻ പരാമർശിച്ചത്. ഉർവശിയുടെ അനുഗ്രഹം വാങ്ങാൻ മകളോട് പറഞ്ഞതിനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിച്ചത്. ഉർവശിയെ അഭിനേത്രി എന്ന നിലയിൽ മനോജ് കെ ജയൻ പ്രശംസിക്കുകയും ചെയ്തു. 2000-ലാണ് മനോജ് കെ ജയനും ഉർവശിയും വിവാഹിതരായത്. വിവാഹ ജീവിതം മുന്നോട്ട് പോകവേ പ്രശ്നങ്ങളും തുടങ്ങി. 2008-ലായിരുന്നു ഇവരുടെ വേർപിരിയൽ. മകളുടെ കസ്റ്റഡി അവകാശം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ നിയമ തർക്കവും ഉണ്ടായി. ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളും മാധ്യമങ്ങളിൽ ചർച്ചയായി. ഉർവശിയുടെ മനോജ് കെ ജയന്റെ ജീവിതത്തിലെ പ്രശ്നകലുഷിതമായ നാളുകളായിരുന്നത്. എന്നാൽ മനോജ് കെ ജയനെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഉർവശി ഒരിക്കലും തയ്യാറായിട്ടില്ല. അതേസമയം മനോജ് കെ ജയനെ ഒരു സുഹൃത്തായി കാണാൻ ഇനി തനിക്ക് ഒരിക്കലും പറ്റില്ല എന്നും ഒരിക്കൽ ഉർവശി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എങ്ങനെ സുഹൃത്തായി കാണാൻ പറ്റും? സൗഹൃദം എന്നത് നമുക്ക് ആശ്വാസവും സമാധാനവും തരുന്നതാണ്. നിരന്തരം മാനസിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുമായി എങ്ങനെ സൗഹൃദം ഉണ്ടാക്കാൻ പറ്റും? മനോജിനും ഇങ്ങനെ തന്നെ പറയാനുള്ള അനുഭവങ്ങളും ഉണ്ടാകുമായിരിക്കും. എന്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിക്കാനേ ഞാൻ ശ്രമിക്കാറില്ല. എന്റെ കുഞ്ഞിന്റെ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അതിനെ വേദനിപ്പിക്കരുത്. അതിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാതെ മറ്റൊരാളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. ഞാൻ സംസാരിക്കാനേ പാടില്ല. മര്യാദയല്ല. പക്ഷേ സൗഹൃദം എന്ന വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് അന്ന് ഉർവശി വ്യക്തമാക്കി പറഞ്ഞിരുന്നു. മനോജ് കെ ജയൻ രണ്ടാമത് വിവാഹം ചെയ്തതും തെറ്റാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും ഉർവശി അന്ന് പറഞ്ഞു. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എപ്പോൾ ഡിവോഴ്സ് ചെയ്തോ അപ്പോൾ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. മനോജ് കെ ജയൻ ഉർവശി വിവാഹ മോചനത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഈ ഒരു മനോജ് കെ ജയന്റെ പിതാവായ, അതായത് അന്തരിച്ച KG ജയനാണെന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉർവശിയുമായി വല്ലാത്ത ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മനോജ് കെ ജയനും ഉർവശിയും പിരിഞ്ഞത് മനോജിനേക്കാൾ വിഷമിപ്പിച്ചത് അച്ഛൻ ജയനെയാണ്. കുഞ്ഞാറ്റ എന്നും അദ്ദേഹത്തിന്റെ ഒരു തീരാ ദുഃഖം പോലെയായിരുന്നു. മനോജ് കെ ജയനും ഉർവശിയും പിരിയാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു KG ജയന്റെ ആഗ്രഹമെന്ന് അന്ന് ശാന്തിവിള ദിനേശ് പറഞ്ഞു. ഉർവശിയുമായി പിരിഞ്ഞതിന് ശേഷം 2011-ൽ മനോജ് കെ ജയൻ രണ്ടാമത് വിവാഹം ചെയ്തു. ആശാ ജയൻ എന്നാണ് ഭാര്യയുടെ പേര്. ഇരുവർക്കും ഒരു മകനുണ്ട്. ആശയുടെയും രണ്ടാം വിവാഹമായിരുന്നത്. 2013-ലാണ് ഉർവശി രണ്ടാമത് വിവാഹം ചെയ്യുന്നത്. ശിവപ്രസാദ് എന്നാണ് ഭർത്താവിന്റെ പേര്. ഇവർക്കും ഒരു മകനുണ്ട്. തേജാലക്ഷ്മി അച്ഛനോടൊപ്പം അമ്മയ്ക്കൊപ്പം സമയം കണ്ടെത്താറുണ്ട്. തനിക്ക് മകൻ പിറന്നപ്പോൾ ആദ്യം വന്നത് മകൾ തേജാലക്ഷ്മി ആണെന്നാണ് ഉർവശി പറഞ്ഞിട്ടുള്ളത്.